ഹലോ ഫ്രണ്ട്സ്. മണ്ണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 500 വരുന്ന അഗ്ലോണിമയുടെ കോംബോ ആണ്. 500 രൂപയ്ക്ക് 4 അഗ്ലോണിമ. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഇൻസൈഡ് കേരള DDDC കൊറിയർ അയക്കാനായിട്ട് 70 ആണ് മിനിമം ചാർജ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്ലാന്റ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് അയക്കുന്നതായിരിക്കും. DDDC പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫുൾ പ്ലാൻസൊക്കെ വലിയ പ്ലാൻസൊക്കെ നമുക്ക് ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. എല്ലാം ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കോംബോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാ പ്ലാൻസും നമ്മുടെ കയ്യിൽ സിംഗിൾ പീസായിട്ടും അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ റേറ്റ് ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ എല്ലാം നമ്മുടെ പലതും പല സൈസിലെ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ വലിയ പ്ലാൻസിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ നമുക്ക് ഈ ഒരു പ്ലാൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വലിയ പ്ലാൻസിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പോട്ട് സെറ്റിങ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓരോ കോമ്പോസിലെ പ്ലാൻസ് ഏതൊക്കെയെന്നുള്ളത് കാട്ടിത്തരാം. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണത്തിയാണ്. അപ്പോൾ പ്ലാൻസ് ഡയറക്റ്റ് ഒന്ന് പർച്ചേസിന് വരുന്ന കോൺടാക്റ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു മീഡിയം സൈസ് വരുന്ന ഒരു കോബ്രയുടെ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. അത് ഷെയ്ഡായി വരുന്നൊരു പ്ലാന്റാണ്. തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് പപ്പായയുടെ ഒരു ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് റെഡ് ഏഞ്ചലാണ്. നോക്കി നല്ല റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വൺ പിങ്ക് അറോറയുടെ ഇതേ ഒരു ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റാണ്. നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ. 500 റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോംബോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് കോംബോയിൽ ഇത് നമ്മുടെ പിങ്ക് പന്തീരാണ്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് എല്ലിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റാണ്. പിന്നെ വന്നിരിക്കുന്നത് റൂബി ബാത്തിക്കിൻ്റെ ഈ പ്ലാന്റ് ഹൈറ്റ് കുറവാണ്, പക്ഷേ ഇത് 2 ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് സ്പാർക്ലിങ്ങിൻ്റെ പ്ലാന്റാണ്. ഇതും അത്ര വലിപ്പമുള്ള പ്ലാന്റില്ല, പക്ഷേ ഇത് 3 ഷൂട്ടൊക്കെ ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. സെക്കൻഡ് കോംബോ 500 റുപ്പീസ്. തേർഡ് കോംബോ ഇത് വൈറ്റ് ലക്കാച്ചിയുടെ ഒരു നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പ്ലാന്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഷെയ്ഡായി വരുന്നതേ ഉള്ളൂ. പിന്നെ തേർഡ് വൺ പിങ്ക് അജ്മൻ്റെ ഒരു പ്ലാന്റാണ്. ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് പിങ്കിൻ്റെ ഒരു പ്ലാന്റ്. ഇതാണ് നമ്മുടെ തേർഡ് കോംബോ. ഞാൻ എല്ലാ കോംബോയിലും പിങ്ക് വെറൈറ്റീസും ഗ്രീൻ വെറൈറ്റീസും മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. തേർഡ് കോംബോ. ഫോർത്ത് കോംബോ ഇതിലും എലീൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കോബ്രയുടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. തേർഡ് വൺ ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ലാസ്റ്റ് വൺ സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. വെറും 500 റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത്. 4 പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വിത്തൗട്ട് പോട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സ് മാത്രമായിരിക്കും കൊറിയർ അയക്കുക. പോട്ട് എക്സ്ട്രാ വെക്കണമെങ്കിലും സെപ്പറേറ്റായിട്ട് പറയണം. ചിലപ്പോൾ കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഫോർത്ത് കോംബോ. ഇത് നമ്മുടെ ഫിഫ്ത്ത് കോംബോ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ പിങ്ക് ഡാൽമെൻഷൻ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതേ പിങ്ക് ഷെയ്ഡ് ആയി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് റൂബി ബാത്തിക്കിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എലീൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുന്ന് സെപ്പറേറ്റ് ഒരു നോഡിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വെച്ചിരിക്കുന്നത് സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റാണ്. ഇത് കുറച്ച് പിങ്ക് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ.
ഇതിൻ്റെ മദർ പ്ലാന്റ് നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് പിങ്ക് ഷെയ്ഡ് കയറുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ 5th കോംബോ. ലാസ്റ്റ് കോംബോ ആണ് കേട്ടോ നമ്മൾ ടോട്ടലായിട്ട് 6 കോംബോ ആണ് ഒരു ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ സ്പാർക്ലിങ്ങിൻ്റെ കണ്ടേ, ഇതിങ്ങനെ ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഇത് കുറച്ച് ലെങ്ത് ഉള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ട ഈ ഒരു ലീഫ് കുറച്ച് ഹൈറ്റിൽ പോണൊരു സെക്കൻഡ് വൺ റൂബി ബാത്തിക്ക്, ഡയമണ്ട് പിങ്ക്, ലാസ്റ്റ് വൺ തായ്ലൻഡ് റെഡ്. ഇത് റെഡ് ഷെയ്ഡ് കയറി വരും, കാരണം ഈ പ്ലാന്റ്സ് മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. കണ്ട റെഡ് ഷെയ്ഡായി വരുന്നതേ ഉള്ളൂ, നല്ല റെഡ് വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 6th കോംബോ. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കിനി മൺഡേ ആണ് ഡെലിവറി ഉള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.